ഒക്കെ ഐഷാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ. ഐഷ മേലാറ്റൂര് പൊട്ടിയെടുത്താലെന്നാണ് ഇന്ന് എന്താ പറയാ DUCD അതുപോലും പറയാൻ അറിയാത്ത ആയിഷ താത്തയാണ് ഈ വെസ്റ്റീജ് ഫാമിലിയിലൂടെ ഇന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ലീഡേഴ്സ്, ഈ ഒരു അവസരത്തില് ഞാൻ ആദ്യമായിട്ട് മാനേജ്മെന്റിനോടാണ് നന്ദി പറയുന്നത്. നമുക്ക് ഇത്രമാത്രം വലിയൊരു മാനേജ്മെന്റ് നമ്മളെ കയ്യിലുണ്ടായതാണ് ഇന്ന് ഈ 6ാം ക്ലാസ്സുകാരിയായ ആയിഷ താത്താക്ക് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. താങ്ക് യു മാനേജ്മെന്റ്. അത് മാത്രമല്ല, നമ്മളെ കേരള മാനേജ്മെന്റിനെ എങ്ങനെ വർണ്ണിക്കാൻ, എങ്ങനെ പറയാൻ എന്നെനിക്കറിയില്ല. എനി ടൈമില് രാവും പകലും വിളിക്കുന്ന മാനേജ്മെന്റ്, ഫോൺ എടുക്കുന്ന അതിലെന്റെ ജിനി സാറ്, എന്റെ വിഷ്ണു സാറ്, പിന്നെ മണി സാറ് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വിളിച്ചിട്ട് ഞാൻ എന്റെ കാര്യങ്ങള് ചോദിക്കുന്ന കേരള മാനേജ്മെന്റ് ഫോൺ എടുക്കുന്ന ഞാനൊരു ലീഡർ മാനേജ്മെന്റിനെ കേരള മാനേജ്മെന്റ് ഇങ്ങനെ ഒന്ന് കാണുന്നത് ലീഡേഴ്സ് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ 6ാം ക്ലാസ്സുകാരിയാണ്. ഞാൻ ഒരു സാമ്പത്തികം ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയില് ഇന്ന് ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയത് മാനേജ്മെന്റിനും അതുപോലെ തന്നെ കേരള മാനേജ്മെന്റിനും നമ്മുടെ അജയ് സൂര്യ സാർക്കും അതുപോലെ തന്നെ ഈ വെസ്റ്റീജ് ഫാമിലിക്കും ഞാൻ ഒത്തിരി അഭിനന്ദനങ്ങൾ തരികയാണ്. ലീഡേഴ്സ്, ഒരു സാധാരണക്കാരിയായ ആയിഷാത്തയാണ്. ഞാൻ 2016 ഞാൻ ഈ കുടുംബത്തിലേക്ക് വരുന്നത്. 2016 ഞാൻ വരുന്നതിന്റെ മുന്നത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഞാൻ ഈ ഒരു സാധാരണക്കാരിയായ ആയിഷ താത്ത എന്താ പറയാ, ഓരോ വീടുകളിലും ജോലി ചെയ്തിട്ടായിരുന്നു എന്റെ ജീവിതം മുന്നോട്ട് പോയിരുന്ന. ഞാനും എന്റെ സുലൈമാൻ കാക്കയും ഞങ്ങള് അങ്ങനെ മുന്നോട്ട് പോയിരുന്നു. അതിന്റെ ഒപ്പം തന്നെ പിന്നെ ഹോട്ടൽ കച്ചവടം 14 വർഷം ഞാന് ഹോട്ടൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. 14 വർഷത്തില് 10 കിലോ പൊടിയോട്ടൊക്കെ പൊറാട്ട ചുട്ടന്റെ മക്കളെ ഞങ്ങൾ 2 ആളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നൊരു ആളാണ്. അതിന്റെ ഇടയിലാണ് കുടുംബശ്രീയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. പിന്നെ കുടുംബശ്രീയിൽ വന്നു. ADS, CDS ചെയർപേഴ്സൺ സ്ഥാനം അങ്ങനെ വഹിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും 2 ആളും, ഞാനാണെങ്കിൽ BPയും അലർജിയും ഷുഗറും അങ്ങനെ വന്ന് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് 2016. അത് മാത്രമല്ല, സുലൈമാൻ കാക്കയാണെന്ന് വെച്ചാൽ അൾസർ കൊണ്ണെ അങ്ങനെയുള്ള സംഭവം വന്ന് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആ ഒരു സമയത്താണ് എന്റെ ഗ്രേറ്റ് ലീഡർ, എന്താ പറയാ, എങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ വായോ മിനി മാഡം, ഒന്ന് വായോ. മിനി മാഡത്തിന് എനിക്ക് മുന്നിലേക്ക് വരുന്നത് മിനി മാഡം ആൻഡ് വിൽസൺ സാറ് ആൻഡ് അജയ് ശർമ്മ സാറാണ് എന്റെ ഗ്രേറ്റ് അപ്ലയൻസ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ ഒരു വേദിയിൽ നിങ്ങളെ മുന്നിൽ ഞാൻ എന്റെ മിനി മാഡത്തിന് ചാൻസ് കൊടുക്കണേ. താങ്ക് യു. അപ്പൊ ഈ ഒരു അവസരം എന്റെ മുന്നിലേക്ക് വരുന്നത് ഞാൻ എടപ്പറ്റ പഞ്ചായത്തിൽ ചെയർപേഴ്സൺ ആയി നിൽക്കുന്ന സമയത്താണ്. അപ്പൊ ഒരു ലിങ്കേജ് ലോണുമായിട്ട് ഞാനും മിനി മാഡവും നല്ലൊരു അടുപ്പുണ്ട്. അങ്ങനെ ആ ഒരു അടുപ്പത്തിന്റെ പേരിലാണ് മിനി മാഡം എന്നെ കണ്ടുമുട്ടുന്നതും ഈ ഒരു ബിസിനസ്സിലേക്ക് മിനി മാഡം എന്നെ കൊണ്ടുവരാൻ വേണ്ടി എടപ്പറ്റ പഞ്ചായത്തിൽ വരുന്നതും. ലീഡേഴ്സ്, ആ ഒരു ടൈമിൽ ഞാൻ എന്റെ മിനി മാഡത്തിന് നെഗറ്റീവ് പറഞ്ഞ് രാവിലെ 11:30 മണിക്ക് ഞാൻ ഇറക്കി വിട്ടു. എനിക്കിത് നല്ലൊരു ബിസിനസ്സാണ്, ഇത്രമാത്രം വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണെന്ന് ലീഡേഴ്സ് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഇറക്കി വിട്ട മിനി മാഡം രാവിലെ 11:30 മണി മുതൽ 5:30 മണി വരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത മിനി മാഡത്തിനും എന്റെ അപ്ലയൻസിനും ഒത്തിരി താങ്ക്സ് അറിയിക്കുകയാണ്. ലീഡേഴ്സ്, അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഫാമിലി വെസ്റ്റീജ് ഫാമിലിയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അങ്ങനെ എത്തിപ്പെട്ട് വെൽനസ് പ്രൊഡക്റ്റ് വെസ്റ്റീജിന്റെ ഫാർമാസ്യൂട്ടിക്കൽ ഡോക്ടർമാർ എഴുതുന്നു ന്യൂട്രാസ്യൂട്ടിക്കൽ വെൽനസ് പ്രൊഡക്റ്റ് ഫുഡ് സപ്ലിമെന്റിലൂടെ ഇന്ന് ആരോഗ്യം രക്ഷപ്പെട്ട് ഇന്ന് യാതൊരു രോഗമില്ലാത്ത ഒരു ആയിഷ താത്തയാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഉറച്ചെനിക്ക് തരാൻ പറ്റും. ലീഡേഴ്സ്, അങ്ങനെയാണ് വെസ്റ്റീജ് ഞാൻ ഏറ്റെടുക്കുന്നത്. എനിക്ക് ആ ടൈമില് എനിക്കൊരു 122 രൂപ വരികയും
ആ 122 രൂപ കണ്ടപ്പോഴാണ് ഞാൻ മിനി മേഡത്തിനോട് ചോദിക്കുന്നത്, മിനി മേഡം ഇതെന്താണ്, നല്ലതായ രീതിയിൽ ഹലാലായ നല്ല മാർഗത്തിലൂടെ കിട്ടുന്നതാണോ എന്ന് ചോദിക്കുമ്പോഴാണ് മിനി മേഡം ലീഡേഴ്സ് എന്നോട് കമ്പനിയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ഞാൻ VIP കമ്പനിന്റെ ഒരു VIP ആണ് മഞ്ചേരി വർഷ ഹോട്ടലിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ 122 രൂപയല്ല, ഇത് മറിച്ച് എത്രയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ ലീഡേഴ്സ് വെസ്റ്റീജ് ഫാമിലിയുടെ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക് ഞാൻ എത്തുന്നേ. അന്ന് മുതൽ ഇന്ന് വരെ പോരാടിക്കൊണ്ട് രാപ്പകലില്ലാതെ വെസ്റ്റീജിന് വേണ്ടി ഞാൻ മുന്നേറി എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. അതിലൂടെ എന്റെ ലീഡേഴ്സ് ഇന്ന് ഒരുപാട് ലീഡേഴ്സിനെ പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ വിട്ടുപോകും. ഒരുപാട് മക്കളെ വളർത്തിയെടുക്കാൻ ഇന്ന് വെസ്റ്റീജിലൂടെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് സാധാരണക്കാരിയായ ആയിഷത്താക്ക് ഇവിടെ വിജയിക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹോളിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് ലീഡേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു അത്ലൈൻസും ഈ ഒരു ലീഡേഴ്സും ആണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ ഇന്ന് DUCD ആയി കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വേദിയിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരേ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ വെസ്റ്റീജ് ആണെന്നുള്ള തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ലീഡേഴ്സ്. അന്ന് സാധാരണക്കാരിയായ ഞാന് ഈ ഒരു വെസ്റ്റീജ് ഫാമിലിയിലേക്ക് എത്തുമ്പോൾ 600 സ്ക്വയർ ഫീറ്റില് ഒരു മൺവീടാണ് എന്റെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്നു. 600 സ്ക്വയർ ഫീറ്റില് 600 സ്ക്വയർ ഫീറ്റില് അതിന്റെ താഴോട്ടാണ് എന്നാണ് പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനത്തെ ഒരു വീടിലാണ് ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് സ്ക്വയർ ഫീറ്റ് ഒന്നും അറിയില്ല, ഒരു 1.5 കോടിക്ക് മുകളില് വീടും 27 സെന്റ് സ്ഥലവും സ്വന്തമാക്കാൻ പറ്റിയത് പവർ ഓഫ് വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. അതുമാത്രല്ല ദുബായിലും ഖത്തറിലും ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടില്ലേ, ആ ഒരു ഇതിലൊക്കെ പോകാൻ പറ്റിയതൊക്കെ എനിക്ക് ഈ ഒരു വെസ്റ്റീജ് കുടുംബത്തിൽ വന്നത് കൊണ്ടാണ്. സാധാരണക്കാരിയായ ആയിഷത്താത്ത എന്റെ മക്കള് പറയുന്ന സമയത്ത് വെള്ളപ്പൊക്കം വരും അങ്ങനെ വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ പിന്നെ എന്താണ് ബുദ്ധിമുട്ട് മനസ്സിൽ ടെൻഷൻ ഉണ്ടാകായിട്ടല്ല, മക്കളെ ടൂർ വിടാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, സാമ്പത്തികമായിരുന്നു ലീഡർ. ഇന്ന് എന്റെ മക്കള് ഇഷ്ടപ്പെട്ട ടൂറും ഇഷ്ടപ്പെട്ട വാഹനങ്ങളും ഇഷ്ടപ്പെട്ട വീടിലും കിടന്നുറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വെസ്റ്റീജിലൂടെ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ഇതെല്ലാം വെസ്റ്റീജാണ്. ഒരു 100 PV ഫസ്റ്റ് ഞാൻ ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു 100 PV ബില്ലടിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് എടുത്ത് ഞാൻ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്തു ലീഡേഴ്സ്. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. ഈ വേദിയിൽ നിൽക്കുമ്പോഴും നിങ്ങളോട് ഞാൻ പറയാണ്, ഞാന് ഒരു ദിവസം തൃശ്ശൂര് സുജി സാറ് ഭരതൻ സാറ് ഇവരൊന്നും ഒരിക്കലും എന്റെ മനസ്സിൽ നിന്നും പോകൂല മക്കളെ. അവർക്കൊക്കെ ഞാൻ ആരോഗ്യമായിട്ടും അവരെ പ്രാധാന്യം ചെയ്യട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരു മുസിഞ്ഞ സുലൈമാനാക്കൊരു മുസിഞ്ഞ ഒരു ആധാറാണ് എനിക്ക് പിന്നെ മിനി മേഡത്തിന് കൊടുക്കാൻ തന്നത് എന്ന് പറയും എന്റെ സുധീർ സാറ്. ആധാർ തന്ന ഐഡിയ തരുവച്ചു, ആധാർ തന്ന അത്തര ചുളിഞ്ഞൊരു ആധാറാണ് തന്നിട്ടുള്ളത്. ഈ വേദിയിൽ നിങ്ങൾ പുതിയ ലീഡേഴ്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫ് മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് വെസ്റ്റീജ് എന്നുള്ളതാണ് എനിക്ക് ഒരു അവസരത്തിൽ തരാനുള്ളത്. ലീഡേഴ്സ് തൃശ്ശൂര് പോയി പ്രൊഡക്റ്റ് മേലാറ്റൂരിലേക്ക് എത്തിച്ച് മേലാറ്റൂരിൽ ഞാൻ വന്ന് രാത്രി 12:30 മണിക്ക് ഞാൻ താഴെ ഇറങ്ങുന്ന സമയത്ത് ബസ് ഇറങ്ങുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇത്ര പൊന്നിന് നോക്കിയ ഫോണിൽ 2 ഡബ്ബർ ചുറ്റിയ ഫോണിലായിരുന്നു എന്റെ യാത്ര, എന്റെ പിന്നെ ഫോണായിരുന്നു. ഞാനിന്ന് ഈ മാറ്റം മാറിയിട്ടുണ്ടെങ്കിൽ പവർ ഓഫ് വെസ്റ്റീജ് ആണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. 2 വാക്ക് ഞാൻ സംസാരിക്കാൻ സുലൈമാൻ സാർക്ക് കൊടുക്കട്ടെ.
താങ്ക് യു ലീഡർ. വിഷുവൽ ജയവഷ്ടി. വെസ്റ്റേജിൽ വന്നിട്ട് ഞങ്ങൾക്ക് പല പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 വീടായി, 3 കാറ് വാങ്ങി, ഞങ്ങൾ സ്ഥലം വാങ്ങി, ഇപ്പൊ 2 പേര കയറ്റി. പിന്നെ ഞങ്ങൾ ദുബായിൽ പോയി, ഖത്തറിൽ പോയി, തായ്ലാൻഡിൽ പോയി, ഇന്ത്യയിലെ ഒരുവിധ സ്ഥലത്തൊക്കെ ഇപ്പൊ ഞങ്ങൾ ടൂറ് പോയിട്ടുണ്ട്. കാരണം മറ്റേ കൂലിപ്പണി എടുത്തിട്ടാണ് ഞാനൊരു ഇവിടെ മൈസൂർ മാത്രമേ പോയിട്ടുള്ളൂ, വേറെ എവിടെയും പോയിട്ട്. ഇപ്പൊ ഇന്ത്യയിലെ ഒരുവിധ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കാണാം. അതൊക്കെ പിന്നെ ഈ വെസ്റ്റേജിൽ വന്നിട്ടാണ്. അപ്പൊ എല്ലാവരും അവനാൻ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥമായ ജോലി മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാം എന്നാണ് മാത്രം പറഞ്ഞുകൂടി നിർത്തുന്നു. ജയ് വെസ്റ്റേജ്.